കുളിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജലദോഷം ചുമയുമ്പോഴായി. ഇത് പനിക്കൂർക്കാണ്. കുട്ടികൾക്കെല്ലാം വെള്ളം കുളിക്കാനായിട്ട് ഇതിനകത്ത് തിളപ്പിച്ചിടാൻ വേണ്ടി പനിക്കൂർക്കകത്തുള്ള കറ്റാർവാഴയുണ്ട്. രണ്ട് തൈ മേടിച്ചിട്ട് വന്ന് 5 രൂപ, ഒരു തൈക്ക് 5 രൂപ വെച്ച് കൊടുത്തേച്ച് രണ്ടിനും 2 പാത്രത്തിലാക്കി വെച്ച്. ഇപ്പം അത് നല്ല നല്ല കായായിരുന്നു. 2 മാസം ആയതേ ഉള്ളൂ. ഫുള്ളായിട്ട് കായും എല്ലാം വീണ് കഴിഞ്ഞു. പറിക്കാറായി, ഒരുക്കാറായി. 5 രൂപ മുടക്കമുണ്ട്. ചാക്കിനകത്ത് നമ്മൾ അടുത്ത തൈ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിന് 1 കിലോ കായ അതിനകത്ത് പറിക്കാനുണ്ട്. 1 കിലോ ഉണ്ട് കായ. എല്ലാം ഞാൻ പറഞ്ഞു. 2 തൈ വെച്ചതാണ്. നേഴ്സറിയിൽ മേടിച്ചതാണ്. 2 തൈ 10 രൂപ കൊടുത്തേച്ച്. കുമ്പറാണ്. 6 ദിവസമായി കൊണ്ട് ക്ലിക്കായിട്ടിട്ട് ഞാൻ ഉള്ളിലേക്ക് മാറ്റണം. കുമ്പർ പഴുതന തൈകളൊക്കെയാണ്. അപ്പോൾ ചില പുഴുക്കേടെല്ലാം ഉണ്ട്. എന്തെങ്കിലും ഒരു വെളുത്തുള്ളി കഷായം എന്തെങ്കിലും അടിച്ചു കൊടുക്കണം. പോകുമ്പോഴത്തേക്ക് ഞാൻ പുതിയ കുറച്ച് തക്കാളി തൈകളെല്ലാം വഴുതനയെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. 1 മാസമായി പൂത്ത് തുടങ്ങി. തക്കാളി 1 മാസമായി കഴിഞ്ഞു എടുത്തു വെച്ചിട്ട്. വീടിൻ്റെ താഴത്തെ പ്ലോട്ടിലാണ് ഈ സ്ഥലമുള്ളത്. ഉദ്ദേശം 4-5 സെൻറ്റ് വരുമായിരിക്കും വീടിൻ്റെ അടിവശം മേടിച്ചതിൻ്റെ ബാക്കി. അതിനകത്താണ് ഈ കൃഷി ഇതൊരു ഞാൻ ആക്കി എത്തിക്കൊണ്ടിരുന്നത്. ഇത് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ പുളിപ്പിക്കാൻ എടുക്കുന്നതാണ്. പുളിച്ചേച്ച് കുറേശ്ശെ 5-6 ദിവസം ഇളക്കിയിട്ട് 1 ലിറ്റർ 10 ലിറ്റർ വെള്ളം കൂട്ടി കലക്കി ഞാൻ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ഈ കൂടുതലായിട്ട് ചെയ്ത് വളമായിട്ട് കൊടുക്കുന്നതിന്. അവിടെ ഈ ഒരു കളിയാണ്. കുമ്പളങ്ങ 2500 രൂപയുടെ കുമ്പളങ്ങ ഞാൻ പറിച്ച് വിറ്റ് ഈ ഒരു കിളുത്ത് കയറുമെന്ന് എൻ്റെ അകത്ത് 2500 രൂപ വിറ്റോ? വിറ്റ് കഴിഞ്ഞു. നീ കിടപ്പുണ്ട് കുറച്ച് 10-15 രൂപ എനിക്ക് കിടപ്പുണ്ട്. അത് പറിച്ചുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ 10 രൂപ 15 കിലോയ്ക്ക് വരെ കിട്ടും. അതുകൊണ്ട് കുറച്ച് കൂടെ പൈക്കാണെങ്കിൽ 15 രൂപ കിട്ടും. പിന്നെ ഇവിടെ ഇച്ചിരി സ്ഥലമുള്ളതുകൊണ്ട് ഞാനൊരു കുറ്റിയാടി തെങ്ങ് വെച്ചിട്ടുണ്ട്. ഈയിടെ അവനെ ഇച്ച സ്ഥലമുണ്ട്. ഏതായാലും നല്ല ഇതല്ലേ എന്ന് വിചാരിച്ചു കുറ്റിയാടീനെ മേടിച്ച് 150 രൂപ കൊടുത്തൊന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ കൂടെ ഒന്ന് പൊക്കി എടുക്കണം. അതാണ് എൻ്റെ പദ്ധതി ഇരിക്കുന്നത്. കൃഷി ചെയ്ത് 2-3 കുരവായി ഉണ്ട്. അതിനകത്ത് കിട്ടിയ ഇഞ്ചിയാണ്. അത് എടുത്തതിൻ്റെ ബാക്കി നമുക്ക് വിത്തിനൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇത് മഞ്ഞളാണ്. കുറച്ച് മഞ്ഞളുണ്ട്. പിന്നെ ചെറുകിഴങ്ങ് അത് കുറേ നമ്മൾ ഉപയോഗിച്ചതിന് ബാക്കി ഒരു ചുവട് പറിച്ചപ്പോൾ കിട്ടി തന്നത്. അതും അടുത്ത വർഷം കൃഷിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ചെറുകിഴങ്ങ് പിന്നെ മെയിനായിട്ട് നമുക്ക് കറിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഈ സാധനങ്ങളെല്ലാം എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളിതിന് കീടനാശിനി അടിക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ ധൈര്യമായിട്ട്. വെണ്ട കഴിഞ്ഞാൽ വേറെ തൈ ബാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൂടി നട്ടുപിടിക്കാനുള്ള പരിപാടിയുണ്ട്. അതിന് നാടൻ പ്ലാവുകൾ നാടൻ നിൽപ്പുണ്ട്. അതിന് നമ്മൾ മെയിൻ ഉദ്ദേശം 10 കുരുമുളക്
ഞാൻ കൊണ്ട് ഒരു ചാക്കിൽ കുത്തി കിളിപ്പിച്ചതാണ് ഇത് എനിക്ക്. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് മാറി ഏരി വെട്ടി ഇവനെ നടുവൊക്കെ ചെയ്യാം. ഇപ്പൊ തന്നെ 2 മാസം കഴിഞ്ഞ് പെട്ടെന്ന് കിടക്കാനുണ്ട്. എന്തെങ്കിലും പറിക്കാറായില്ല. 1 മാസം കഴിയുമ്പോൾ 3 മാസം അതിന്റെ കാലാവധി. 3 മാസം ആകുമ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്കും പറിച്ച് നോക്കാം നമുക്ക്. അതിൻ്റെ ഈ തണ്ട് നമുക്ക് നടാനെടുക്കുകയും ചെയ്യാം, അങ്ങോട്ട് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. പിന്നെ കത്തിരി എല്ലാം കായെടുത്ത് കഴിഞ്ഞതാണ്, എല്ലാം കായെല്ലാം തീർന്നതാണ്. പിന്നെ നമ്മൾ വിഷമൊന്നും കീടനാശിനിയൊന്നും അടിക്കുന്നില്ല കാര്യമായിട്ട്. എന്തെങ്കിലും ചെറുതായിട്ട് വെളുത്തുള്ളി പ്രയോഗമൊക്കെ ചെയ്യുന്നുള്ളൂ. അതിനൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ ഇതെല്ലാം. കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് തക്കാളിയുടെ അരി എടുത്ത് കിളിച്ച് തന്ന എന്നാൽ ചുമ്മാ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച തക്കാളി ചീഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ കിളിപ്പിച്ച് നട്ടു വെച്ചാൽ നല്ല കായ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. പക്ഷേ ഈച്ചശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മരുന്നൊന്നും അടിക്കുന്നൊന്നുമില്ല. കായ പഴുക്കാൻ പയ്യപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, പഴുക്കാറായി വരുന്നു. എനിക്കറിയത്തിന് ഇത്ര ഉണ്ടാകും. അതുപോലെ വള്ളി യൂട്യൂബിലെ കണ്ടത് ചുമ്മാ കോലൊക്കെ കുത്തി കൊടുത്ത് വള്ളിയൊക്കെ വലിച്ച് കിട്ടിയാണ് ഞാൻ കയറ്റി വിട്ടേക്കുന്നത്. നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ വാനിലേക്ക് ഭയങ്കര വിലയില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായി തണ്ട് കൊണ്ട് നട്ടിട്ട് പടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പൂത്തിട്ടില്ല. ഇതിന് എന്തോ ഇതിൻ്റെ പൂമ്പ് പൊടിച്ചു വിടുകയെല്ലാം ചെയ്യണേക്കാൻ പൂക്കണമെങ്കിൽ നോക്കാം. ഒരു പിന്നെ കൂടി നിറച്ച് ചെടികൾ കുമ്മായ കിട്ടും എൻ്റെ കുമ്മായിട്ട് കെട്ടണം. അതിൻ്റെ ആ പുളിപ്പല്ല ചെയ്യാറ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ കിളിപ്പിച്ച് ഇതിൻ്റെ അകത്ത് എളുപ്പം അല്ലെങ്കിൽ പുതിയ ക്ലിപ്പ് ചെയ്യാനുള്ള നല്ലതായി പുതിയ വിട്ടാലും മതിയാകും. മാറുമ്പം വളരാൻ ഇത് ഒരു 3 സെന്റ് വേണമായിരിക്കും അല്ലേ? പച്ചക്കറി 4 സെന്റ് 5 സെന്റ് സ്ഥലം ഉണ്ടാവാറേ നമുക്ക് മൊത്തം ഇവിടെ കൃഷി ചെയ്യാനുള്ള 5 സെന്റ് സ്ഥലമുണ്ട്. അതിനകത്ത് ചെറിയ സാധനങ്ങൾ തെങ്ങുകളുണ്ട്, എല്ലാ പച്ചക്കറിയുണ്ട്. കുറച്ച് മണ്ണങ്ങൾ നിറച്ച് വെക്കുകയാണെങ്കിൽ തൈകൾ മുളച്ച് വരാനുള്ളത്. കളറൊക്കെ കൊടുത്തിട്ട് വേറെ കിട്ടും 1 കിലോ പുറത്ത് കിളുത്ത് കഴിയുമ്പോൾ മാറ്റിയിട്ടുണ്ടല്ലേ? വേറെ കൂടുതലില്ല. വെള്ളിപ്പ് കുമര കിളുത്തല്ലേ? വെണ്ട അതേയൊക്കെ വരാൻ പോലെ വെണ്ടേനെ കിളിപ്പിക്കാം.